തീരുമാനം എന്താണ്? സത്യത്തിൽ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുള്ളൂ, അതൊരു സിഗ്നലാണ്. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. നമ്മൾക്ക് ഒരു മിനിമം സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ നമ്മൾക്കൊരു ഡ്യൂട്ടി തന്നാൽ നമുക്ക് ടെൻഷനാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സിഗ്നലാണ്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മളെ ബോധത്തോടു കൂടി തന്നെ ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും ഓരോ നിമിഷത്തെയും നമ്മൾ കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക. അതാണ് മനുഷ്യ, അതാണ് നമ്മുടെ ലൈഫ്. എന്ത് പ്രതിസന്ധി വന്നാലും, എത്ര അത്യാഹ്ലാദം വന്നാലും നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഇപ്പം നിങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കാണാൻ പറ്റാത്ത നിങ്ങളെ മകൻ അല്ലെങ്കിൽ നിങ്ങളെ മകൾ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ആദ്യം ആരെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും, ആരെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്? വെരി ഗുഡ്, നമ്മളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഠം. അതിന് കഴിയുമോ? എന്തെങ്കിലും അഭിപ്രായം? കഴിയുമോ? കഴിയണം. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. എന്ത് സംഭവിച്ചാലും ശരി. ഇപ്പം നമ്മൾ വീട്ടുകൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റാത്തവരൊന്നും, അല്ലെങ്കിൽ മകനെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള അഭിപ്രായം ഇങ്ങനെ പറഞ്ഞ് തിളച്ച് നിൽക്കുന്ന ഭാര്യ, ഓലെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ ശാന്തമായതെല്ലാം കേൾക്കുക. എന്നിട്ട് നമ്മളിലേക്കൊന്ന് തിരിച്ചു വരിക. നമ്മൾ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്കൊരു ഐഡിയ, ഒരു തോന്നൽ, ഒരു അവസ്ഥ നമ്മളിലേക്ക് വരും. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിന് സൈക്കോളജി പറയുന്നതാണ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5000 രൂപ തരാം എന്ന് പറയാമെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് നമ്മൾ പറയണു, ഇന്ന് നിങ്ങൾ ഈ 5000 രൂപ മേടിച്ചിട്ടില്ല, ഒരു മാസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് 1,00,000 വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ മേടിക്കുമോ അതോ ഒരു വർഷം കാത്തിരിക്കുമോ? സ്വാഭാവികമായിട്ടും അധികാളുകളും ഇന്ന് തന്നെ വാങ്ങും. അതാണ് നമ്മൾക്ക് പറ്റുന്ന അപകടം. നമുക്കൊരു നീട്ടിവെക്കാൻ പറ്റുന്നില്ല, നമ്മളെ മനസ്സ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. കുട്ടികൾക്ക് ഇന്ന് വേണം, ഇപ്പോൾ വേണം, ഈ നിമിഷം വേണം. നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങളോട് ഒരു കാര്യം, ഒരു ലഹരി ഉപയോഗിക്കാൻ പറയുമ്പോൾ ഒന്ന് നീട്ടിവെച്ചൂടെ? നിങ്ങളൊക്കെ പെട്ടുപോയത്, നമ്മളൊക്കെ പെടാതെ പോയത് ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മളത് മാറ്റി വെക്കണം. അത് വേണ്ട എന്ന് നിങ്ങളൊന്ന് മാറ്റി വെച്ചോക്കൊണ്ടു. നിങ്ങൾ പിടിച്ചേക്കാൻ പറ്റും, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നിങ്ങളുടെ ചില താല്പര്യങ്ങളെ ഒന്നങ്ങ് ഡിലേ ആക്കി പഠിക്കുക. അപ്പോൾ വേണ്ട. അപ്പം നമ്മളെ മനസ്സിൽ ചെറിയ എനർജി ഉണ്ടാവും, ചില തോന്നലുണ്ടാവും. അത് നമ്മൾക്കൊരു ബലം തരും. ഇന്നത്തെ ഈ ക്ലാസ് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾക്ക്